ഹലോ സ്റ്റുഡൻസ്, ഇന്ന് ജിയോമോർഫോളജിയുടെ ആദ്യത്തെ ക്ലാസ്സാണ്. ജിയോമോർഫോളജി മുഴുവനായിട്ട് ഞാനല്ല എടുക്കുന്നത്. ജസ്റ്റ് ഈ ജിയോളജിക്കൽ ടൈം സ്കെയിലും അതുപോലെ എർത്തിൻ്റെ ഫോർമേഷനെ കുറിച്ചുള്ള ഡിസ്കഷനും കഴിഞ്ഞാൽ പിന്നെ ബാലൻസ് ക്ലാസ് ഗോകുൽ സാറായിരിക്കും എടുക്കുന്നത്, ലക്ഷ്മികാന്ത് എടുക്കുന്ന സാറായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എർത്തിൻ്റെ നമ്മൾ വേൾഡ് മാപ്പിംഗ് പഠിച്ചപ്പോൾ അതിൽ കുറേ കാര്യങ്ങളൊക്കെ ഫോർമേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൗണ്ടൈൻ്റെ ഫോർമേഷനും കാര്യങ്ങളും. അപ്പോൾ അത് ഏത് പീരീഡിലാണ് ഫോം ചെയ്തത്, ഇപ്പോൾ നമ്മൾ മെസോസോയിക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ പ്രീ കാംബ്രിയൻ എന്ന് നമ്മൾ അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ജിയോളജിക്കൽ ടൈം സ്കെയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജിയോളജിക്കൽ ടൈം സ്കെയിലിൻ്റെ ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ സെഷൻ ജിയോളജിക്കൽ ടൈം സ്കെയിലിനെ കുറിച്ചിട്ടാണ്. അധികം ഉണ്ടാവില്ല, ഇത് ജസ്റ്റ് ഈ ഒരു കാര്യം എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. അതുപോലെ ബാലൻസ് ക്ലാസ് മിക്കതും നാളെ ലക്ഷ്മികാന്ത് ക്ലാസ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്യും. ഓക്കെ, അതുപോലെ ജിയോഗ്രഫി ഓപ്ഷണൽ ക്ലാസ് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എനിക്കൊന്ന് DM ചെയ്താൽ മതി. ഓക്കെ, സോ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ ഏജ് 4.6 ബില്യൺ ഇയേഴ്സാണ്. ഓക്കെ, 4.6 ബില്യൺ വർഷമാണ് നമ്മുടെ എർത്തിൻ്റെ അപ്രോക്സിമേറ്റ് ഏജ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഭൂമിയുടെ പ്രായം അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 4 ഇയോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആ 4 ഇയോണാണ് ഹൈഡൻ, ആർക്കിയൻ, പ്രോട്ടറോസോയിക് ആൻഡ് ഫാനറോസോയിക്. അപ്പോൾ 4 ഇയോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഇയോണിനെ എരയായിട്ട് ഡിവൈഡ് ചെയ്തു, എരനെ പീരീഡായി ഡിവൈഡ് ചെയ്തു, ദെൻ എപ്പോക്ക്, ദെൻ ഏജസ്. അപ്പോൾ നമ്മൾ ഇന്ന് ഓക്കെ, അപ്പോൾ ഇയോണാണ് 4 ഇയോണാന്ന് ഞാൻ പറഞ്ഞു, ഹൈഡൻ, ആർക്കിയൻ, പ്രോട്ടറോസോയിക് ആൻഡ് ഫാനറോസോയിക്. ഇതിൽ പ്രീ കാംബ്രിയൻ എന്ന് മെൻഷൻ ചെയ്യുന്നത് ഹൈഡൻ, ആർക്കിയൻ ആൻഡ് പ്രോട്ടറോസോയിക് ഇയോണയാണ്. പ്രീ കാംബ്രിയന് മുന്നേ. ഓക്കെ, കാംബ്രിയൻ എവിടെയാണ്? ഇതാണ് കാംബ്രിയൻ, നമുക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇതാണ് കാംബ്രിയൻ. അപ്പോൾ കാംബ്രിയന് മുന്നുള്ളതിനാണ് ഈ പ്രീ കാംബ്രിയൻ എന്ന് പറയുന്നത്. ഈ പ്രീ കാംബ്രിയൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇയോണാണുള്ളത്? ഹൈഡൻ, ആർക്കിയൻ ആൻഡ് പ്രോട്ടറോസോയിക്. ഓൾമോസ്റ്റ് 90% അടുത്ത് ഈ പ്രീ കാംബ്രിയൻ തന്നെയാണ്. കണ്ടില്ലേ, പ്രോട്ടറോസോയിക്, ആർക്കിയൻ, ഹൈഡൻ, ഇത് മൂന്നും കൂട്ടിയിട്ടാണ് പ്രീ കാംബ്രിയൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ 10%ഓളമാണ് ഫാനറോസോയിക് വരുന്നത്, ഫാനറോസോയിക് ഇയോൺ. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ്? ഇയോൺ 4 ഇയോൺ എന്ന് പറഞ്ഞു. അതിൽ പ്രീ കാംബ്രിയൻ എന്ന് പറഞ്ഞത് ഏതൊക്കെ ഇയോണാണ്? ഹൈഡൻ, ആർക്കിയന്, പ്രോട്ടറോസോയിക്. ഈ 3 ഇയോണാണ് ഓൾമോസ്റ്റ് 90%. എർത്തിൻ്റെ ഏജിലെ 90%ഉം ഈ ഇയോണാണ്. അപ്പോൾ പ്രീ കാംബ്രിയൻ ടൈംസ് എന്ന് പറയുമ്പോൾ ഹൈഡൻ, ആർക്കിയൻ ആൻഡ് പ്രോട്ടറോസോയിക്. 90% ഓഫ് എർത്ത് ഹിസ്റ്ററി പ്രീ കാംബ്രിയൻ ടൈംസ് ആണ്. ദെൻ നമുക്ക് ഹൈഡൻ എന്ന് പറയുമ്പോൾ അതായത് ഭൂമി ഉണ്ടായിട്ട് ആ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുള്ള സംഭവം. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിലുള്ള ഒരു ടൈമാണ് ഹൈഡൻ ഇയോൺ. ഫോർമേഷൻ ഓഫ് എർത്ത് മാർക്ക്ഡ് ബൈ ഇൻറ്റൻസ് വോൾക്കാനിക് ആക്ടിവിറ്റി, ഫ്രീക്വൻറ്റ് മെറ്ററൈറ്റ് ഇമ്പാക്ട്സ്. ഈ മെറ്ററൈറ്റ്, മീറ്റിയർ, ആസ്ട്രോയിഡ്, കോമറ്റ് എന്നൊക്കെ പറയണത് അല്ലാതെ ഏകദേശം ഒന്നാണെങ്കിലും മീനിങ് വേറെയാണ്. എർത്തിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ ഒരു മീനിങ്, എർത്തിൻ്റെ സർഫേസിൽ വരണേക്കാണ്ട് മുന്നേ കത്തിക്കഴിഞ്ഞാൽ വേറെ മീനിങ്. അതൊക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഓരോരോ ടൈം വെച്ചിട്ടാണ് പറയാം. അപ്പോൾ മീറ്റിയോർ എല്ലാതും സെയിം അല്ല, അത് നമ്മൾ ഫ്യൂച്ചർ ക്ലാസ്സസിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻറ്റ് മെറ്ററൈറ്റ് ഇമ്പാക്ട്സ്, സർഫസിൽ വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ മെറ്ററൈറ്റ് എന്നാണ് നമ്മളതിന് പറയുന്നത്. ആൻഡ് മോൾട്ടൺ സർഫേസ് ആണ്, സോളിഡ് സർഫേസ് ആയിരുന്നില്ല. അതായത് എർത്തിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിൽ സർഫേസ് സോളിഡ് ആയിരുന്നില്ല, മോൾട്ടൺ ആയിരുന്നു. ഡ്യൂറിങ് ദ ടൈം എർത്ത് വാസ് ടു ഹോട്ട്, ഭയങ്കര ഹോട്ടായിരുന്നു. അതുപോലെ സോളിഡ് ക്രസ്റ്റും ലിക്വിഡ് വാട്ടറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ എന്താണ്? ഭയങ്കര ഹോട്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സോളിഡ് ക്രസ്റ്റും ഉണ്ടായിരുന്നില്ല, ലിക്വിഡ് വാട്ടറും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല, മോൾട്ടൺ സർഫസ് ആയിരുന്നു. പിന്നെ വോൾക്കാനിക് ആക്ടിവിറ്റീസ് ഒരുപാടുണ്ടായിരുന്നു, മീറ്ററൈറ്റ് ഇമ്പാക്ട്സും ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അതാണ് ഹൈഡൻ ഇയോണിൽ സംഭവിച്ചിരുന്നത്. ഇനി നമുക്ക് ആർക്കിയനിലേക്ക് പോകാം. ആർക്കിയനിൽ പോകുമ്പോൾ ഡ്യൂറിങ് ദിസ് ടൈം എർത്ത് ക്രസ്റ്റ് കൂൾഡ്. ആദ്യം ഞാൻ പറഞ്ഞു സോളിഡ് ക്രസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഹോട്ടായിരുന്നു, ടു ഹോട്ടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ ആർക്കിയൻ ഇയോൺ എന്ന് പറയുമ്പോൾ എർത്തിൻ്റെ ക്രസ്റ്റ് കുറച്ചുകൂടി കൂളായി
സോളിഡിഫൈ ചെയ്തു. ഓക്കെ, അങ്ങനെ സോളിഡിഫൈ ചെയ്ത് ആദ്യത്തെ കോണ്ടിനെൻ്റൽ ലാൻഡ് മാസും ഓഷ്യൻസും ഉണ്ടായി. പിന്നെ ആദ്യത്തെ ലൈഫ് ഫോംസ് അപ്പിയർ ചെയ്തത് ആർക്കിയൻ ഇയോണിലാണ്. ഓക്കെ, യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് ഈ ആർക്കിയൻ ഇയോണിൽ വന്നത്. ബ്ലൂ ഗ്രീൻ ആൽഗെ ഓർ സൈനോ ബാക്ടീരിയ. ഓക്കെ, അപ്പോൾ യൂണിസെല്ലുലാർ ഓർഗാനിസം ആണ് ഫോം ചെയ്തത്. അത് ഏത് ഇയോണിലാണ്? ആർക്കിയൻ ഇയോണിലാണ്. ഇപ്പോൾ ലൈഫ് ഫോംസ് എപ്പോഴാണ് ഫോം ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആർക്കിയൻ ഇയോൺ പറയണം. ഓക്കെ, ദെൻ പ്രോട്രോസോയിക് എന്ന് പറയുമ്പോൾ സോഫ്റ്റ് ബോഡിഡ് ആർത്രോപോഡ്സ് ഇൻ ഓഷൻ. പ്രോട്രോസോയിക് എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഈ പ്രീ കാംബ്രിയൻ തന്നെയാണ്. ഓക്കെ, പ്രീ കാംബ്രിയൻ തന്നെയാണ് ഈ പ്രോട്രോസോയിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രോട്രോസോയിക് ഇയോണിൽ സോഫ്റ്റ് ബോഡിഡ് ആർത്രോപോഡ്സ്, ഓഷ്യനിൽ സോഫ്റ്റ് ബോഡിഡ് ആർത്രോപോഡ്സ് ഉണ്ടായിരുന്നു. ആർത്രോപോഡ്സ് എന്ന് പറയുമ്പോൾ ഇൻവെർട്ടിബ്രേറ്റ് ആണ്, ബാക്ക് ബോൺ ഉണ്ടാവില്ല, അതിനാണ് ഇൻവെർട്ടിബ്രേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സോഫ്റ്റ് ബോഡിഡ് ആർത്രോപോഡ്സ് ഓഷ്യനിൽ ഉണ്ടായത് പ്രോട്രോസോയിക് ഇയോണിലാണ്. ദെൻ നമ്മൾ ഫാനറോസോയിക് ഇയോണിക്ക് വരാണ്. പ്രീ കാംബ്രിയൻ കഴിഞ്ഞു, പ്രീ കാംബ്രിയൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ ഫാനറോസോയിക് ഇയോണിക്ക് വരും. ഫാനറോസോയിക് ഇയോണിക്ക് വരുമ്പോൾ 3 ഏരിയയാണ് നമുക്ക് പഠിക്കാനുള്ളത്: പാലിയോസോയിക്, മെസോസോയിക്, സെനോസോയിക് അല്ലേ. അപ്പോൾ പാലിയോസോയിക് ഇറയിൽ കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത് ഒരു പൊട്ടിത്തെറിയൊന്നുമല്ല. ലൈഫ് ഫോംസ് പെട്ടെന്ന് ഉണ്ടാവാൻ തുടങ്ങി. സഡൻ സ്പോട്ട് ഓഫ് ലൈഫ് ഫോംസ്, അതിനാണ് ഈ കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് പറയുന്നത്. കൂടുതലും മെറൈൻ ഇൻവെർട്ടിബ്രേറ്റ്സ് ആണ്, ലാൻഡ് ഫോമിലല്ല. ലാൻഡിലല്ല ഈ ലൈഫ് ഫോംസ് ഉണ്ടായിട്ടുള്ളത്, ഓഷ്യനിലാണ്, വാട്ടർ ബോഡിയിലാണ്. അപ്പോൾ സഡൻ സ്പോട്ട് ഓഫ് ലൈഫ് ഫോംസ് ഉണ്ടായത് എപ്പോഴാണ്? കാംബ്രിയൻ പീരീഡിലാണ്. അതുകൊണ്ടാണ് കാംബ്രിയൻ എക്സ്പ്ലോഷൻ എന്ന് നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നത്. അതുപോലെ ഓർഡോവിഷ്യൻ എവല്യൂഷൻ ഓഫ് ഫിഷസിൻ്റെ എവല്യൂഷൻ സംഭവിച്ചത് ഓർഡോവിഷ്യൻ പീരീഡിലാണ്. സിലൂറിയൻ എവല്യൂഷൻ ഓഫ് പ്ലാന്റ്സ്, ഫസ്റ്റ് ട്രേസ് ഓഫ് ലൈഫ് ഓൺ ലാൻഡ്. ലാൻഡിൽ ആദ്യമായിട്ട് ലൈഫ് ഫോം ചെയ്തത് എപ്പോഴാണ്? സിലൂറിയൻ പീരീഡിലാണ്. അപ്പോൾ എവല്യൂഷൻ ഓഫ് പ്ലാന്റ്സ് സിലൂറിയനിലാണ്. അത് തന്നെയാണ് ഇവിടെ പറയുന്നത് ഫസ്റ്റ് ട്രേസ് ഓഫ് ലൈഫ് ഓൺ ലാൻഡ്. അപ്പോൾ സിലൂറിയൻ എപ്പോഴും ഓർമ്മയിൽ വയ്ക്കാം. ലാൻഡിൽ എപ്പോഴാണ് ലൈഫ് ഫോം ചെയ്തതെന്ന് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് സിലൂറിയൻ എന്ന് ഓർമ്മയിൽ വരണം. ഡിവോണിയൻ എവല്യൂഷൻ ഓഫ് ആംഫിബിയൻസ്, ഡിവോണിയനിലാണ് ഉണ്ടായത്. അതുപോലെ കാർബോണിഫോറസിൽ 2 ഉണ്ട്: മിസിസിപ്പിയൻ, പെൻസിൽവേനിയൻ. ഓക്കെ, കാർബോണിഫോറസ് എന്ന് പറയുമ്പോൾ എവല്യൂഷൻ ഓഫ് റെപ്റ്റൈൽസ്, അതും എപ്പോഴും ഓർത്ത് വെക്കണം. റെപ്റ്റൈൽസിൻ്റെ എവല്യൂഷൻ സംഭവിച്ചത് കാർബോണിഫോറസ് പീരീഡിലാണ്. അതുപോലെ പെർമിയനിലൊരു വലിയൊരു എക്സ്റ്റിങ്ഷൻ നടക്കുന്നുണ്ട്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ മേജർ എക്സ്റ്റിങ്ഷൻസ് പറയും. നിങ്ങൾക്ക് ഫേമസ് ആയിട്ടുള്ള എക്സ്റ്റിങ്ഷൻ അറിയാം, ക്രറ്റേഷ്യസ് എക്സ്റ്റിങ്ഷൻ, മറ്റേ ഡൈനോസേഴ്സൊക്കെ മരിച്ചു പോയത് ആസ്ട്രോയിഡ് ഇമ്പാക്റ്റ് കാരണം. അപ്പോൾ അത് ഫേമസ് ആണ്. അതുപോലെ വേറെ കുറച്ച് എക്സ്റ്റിങ്ഷൻസ് ഉണ്ട്. അതല്ല ഏറ്റവും വലിയ എക്സ്റ്റിങ്ഷൻ, അതിന് വലുതാണ് പെർമിയൻ. നമ്മൾ എന്തായാലും ഡിസ്കസ് ചെയ്യും ഫ്യൂച്ചർ ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ പെർമിയൻ എന്ന് പറയുമ്പോൾ റെപ്റ്റൈൽസ് ഡൊമിനേറ്റ് ചെയ്തൊരു ടൈമാണ് പെർമിയൻ. അതുപോലെ ആംഫിബിയൻസിനെ റിപ്ലേസ് ചെയ്ത് റെപ്റ്റൈൽസ് ഡൊമിനേറ്റ് ചെയ്തു പെർമിയനിൽ. മെസോസോയിക് എറ, അപ്പോൾ പാലിയോസോയിക് കഴിഞ്ഞു. മെസോസോയിക്ക് വരുമ്പോൾ ഡൈനോസേഴ്സിൻ്റെ ഒരു ടൈമായിരുന്നു. അതിൽ മെയിനായിട്ട് പറയാനുള്ളത് മെസോസോയിക് എറ എന്ന് പറയുമ്പോൾ ഏജ് ഓഫ് റെപ്റ്റൈൽസ് ആണ്. ഫസ്റ്റ് മാമൽസ് ആൻഡ് ബേർഡ്സ് വന്നത് ഈ മെസോസോയിക് എറയിലാണ്. അതുപോലെ ജുറാസിക്, ഏജ് ഓഫ് ഡൈനോസേഴ്സ് ഏറ്റവും കൂടുതൽ ഡൊമിനേറ്റ് ചെയ്തത് ജുറാസിക് പീരീഡിലാണ്. ഇനി നമ്മൾ നേരെ സെനോസോയിക്കിൽ വരാണ്. സെനോസോയിക്കിൽ വരുമ്പോൾ ഇവിടെ പാലിയോഗീനും നിയോഗീനുണ്ട്, ക്വാട്ടർണറി ഉണ്ട്. ഇത് രണ്ടും കൂടി ടെറിഷറി എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ പാലിയോഗിൻ, നിയോഗിൻ രണ്ടും കൂടി നമുക്ക് ടെറിഷറി എന്ന് പറയാം. ജസ്റ്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഇതിൽ സെനോസോയിക് എറയിലാണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് നോക്കാനുള്ളത്. സെനോസോയിക് എറയിൽ മിയോസിൻ എപ്പോക്ക്, പ്ലിയോസിൻ എപ്പോക്ക്, പ്ലീസ്റ്റോസിൻ എപ്പോക്ക്, ഹോളോസിൻ എപ്പോക്ക്, ഇതാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള മെയിനായിട്ട്. മിയോസിനിൽ എവല്യൂഷൻ ഓഫ് ഫ്ലവറിങ് പ്ലാന്റ്സ് ആൻഡ് ട്രീസ് എപ്പോഴാണ്? ഏത് എപ്പോക്കിലാണ്? മിയോസിൻ എപ്പോക്കിലാണ്. അതുപോലെ ഏർലി ഹ്യൂമൻ ആൻസിസ്റ്റേഴ്സ് ആസ്ട്രോലോപിത്തക്കസ്, നിങ്ങൾക്ക് അറിയുണ്ടാവും. ക്ലിയോപിത്തക്കസ്, ആസ്ട്രോലോപിത്തക്കസ്, ഇതൊക്കെ ആൻഷ്യൻ ഹ്യൂമൻ സ്പീഷീസ് ആണ്.
ഓക്കെ. ദെൻ പ്ലേസ്റ്റോസിയനിൽ ഐസ് ഏജ് നിങ്ങൾ മൂവി കണ്ടിട്ടുണ്ടാവും. അതാണ് ഞാനിവിടെ ജസ്റ്റ് ഐസ് ഏജിൻ്റെ മൂവി മെൻഷൻ ചെയ്തത്. ഐസ് ഏജ്, അതുപോലെ എവല്യൂഷൻ ഓഫ് ഹോമോസാപ്പിയൻസ്, നമ്മൾ സാപ്പിയൻസ് അല്ലേ. അപ്പോൾ ഹോമോസാപ്പിയൻസ് ഒക്കെ ഐസ് ഏജിലാണ് വന്നു തുടങ്ങിയത്. ദെൻ ഹോളോസീൻ, ഡെവലപ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ആക്ടിവിറ്റീസ്, സ്റ്റേബിൾ വാം ക്ലൈമറ്റ്. ഓക്കെ, ഇപ്പോൾ ഇത്രയാണ് ജസ്റ്റ് ജിയോളജിക്കൽ ടൈം സ്കെയിൽ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്കിത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടുള്ളൊരു ഏജ് നമുക്ക് പഠിക്കാനുണ്ട്. ആന്ത്രോപോസീനൊക്കെ പഠിക്കാനുണ്ട്. അതിന് മുന്നേ മേഘാലയൻ ഏജ് പഠിക്കാനുണ്ട്. അത് നമ്മൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ് ഇത് അറിയാം ആകെ 10 minutes ആയിട്ടുള്ളൂ. പക്ഷേ ഇത് ഒറ്റ വീഡിയോയ്ക്ക് ഇങ്ങനെ ചെയ്യണമെന്നുണ്ടായിരുന്നു. മെയിനായിട്ട് തന്നെയുള്ളൂ ജിയോളജിക്കൽ ടൈം സ്കെയിൽ എന്ന് പറയുമ്പോൾ. മേഘാലയൻ ഏജൊക്കെ ഒരു എവിഡൻസിൻ്റെ ഒരു ഇത് കാരണം ഈ ഒരു സ്കെയിലിൽ പെടുന്നതല്ല അത് ഞാൻ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ അത് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ് അടുത്ത ആഴ്ച എന്നല്ല, നാളെ തന്നെ ഞാനിതിൻ്റെ ബാലൻസ് പാർട്ട് ഇടുന്നതായിരിക്കും. വേഗം എൻ്റെ പോർഷൻസ് ഞാനെടുത്ത് തീർന്നിട്ട് പിന്നെ ബാക്കി പോർഷൻസ് ഗൂഗിൾ സാറായിരിക്കും നിങ്ങൾക്ക് എടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് പെൻഡിങ് ക്ലാസ് വെക്കാതിരിക്കുക. ഇനി ഇൻ കേസ് പെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഇടുന്ന വീഡിയോ ചിലപ്പോൾ നിങ്ങൾ ഒരാഴ്ചയോ 2 ആഴ്ച കഴിഞ്ഞിട്ടൊക്കെ ആവും ചിലപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിലും ഡെയിലി നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് തൊട്ട് ഡെയിലി ഒരു വീഡിയോ വെച്ച് കാണാൻ നോക്കാം. അധികം ഉണ്ടാവില്ലല്ലോ ഒരു വീഡിയോ, ഒരു 45 minutes, ചിലപ്പോൾ ഒരു 1 hour അത്രയൊക്കെ ഉണ്ടാവുള്ളൂ ടൈം. അപ്പോൾ ഒരു വീഡിയോ ഡെയിലി കാണാനുള്ള ഒരു ടൈം നിങ്ങൾ എങ്ങനെ പോയാലും കണ്ടെത്തുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ ട്രാക്കിൽ നിന്ന് വിട്ടു പോകുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ മെൻറ്ററിനായിട്ട് കോൺടാക്ട് ചെയ്യാം. മെൻറ്ററിനെ കോൺടാക്ട് ചെയ്യാൻ പറ്റാത്ത വല്ല സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ എനിക്കാലും മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.